ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ബിനീഷ് വെൽനസ് കോച്ച്. ഇന്നത്തെ വേ ഓഫ് വെൽനസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ എന്നുള്ള ടോപ്പിക്കാണ്. വെള്ളം നമ്മളെല്ലാവരും ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്നവരാണല്ലേ. വെള്ളം ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ സാധ്യമല്ല. ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് വെള്ളം നമ്മൾ ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവാണ്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്ടായിട്ടൊരു ഇൻഫർമേഷൻ പറഞ്ഞു തരാം. നമ്മൾ കുടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഇതിലൂടെ മാത്രമാണ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ വെള്ളം നമ്മൾ എത്രത്തോളം പ്രാധാന്യമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എത്ര കിലോഗ്രാം വെയിറ്റ് ഉണ്ടോ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ അളവാണ്. ഉദാഹരണം, നമ്മൾ എത്ര കിലോ വെയിറ്റ് ഉണ്ടോ ഡിവൈഡ് ബൈ 20. ഓക്കെ, എക്സാമ്പിൾ, ഒരാൾ 80 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ഡിവൈഡ് ബൈ 20 4 ലിറ്റർ. ഒരാൾ 100 kg വെയിറ്റ് ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 20 5 ലിറ്റർ. ഈ ഒരു രീതിയിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. വെള്ളം എപ്പോഴും നമ്മൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് സിപ്പായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒത്തിരി വെള്ളം നമ്മൾ ഒന്നിച്ച് കുടിക്കാതെ ഒരു ഹാഫ് അവർ, ഒരു 1 അവർ ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ 2-3 കവിൾ, അതാണ് സിപ്പ് ബൈ സിപ്പായിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ കുടിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളം അബ്സോർബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മഴക്കാലമാണ്, എന്നിരുന്നാലും നമ്മൾക്ക് വെള്ളം കുടിക്കാൻ പലർക്കും തോന്നില്ല ഈ ഒരു സമയത്ത്. എങ്കിലും നമ്മൾ വെള്ളം ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഘടകമാണെന്ന് മനസ്സിലാക്കി നമ്മൾ പരമാവധി വെള്ളം ഈ ഒരു മഴക്കാലത്തും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെള്ളം നമ്മൾ കൃത്യമായി കുടിക്കുന്നതിലൂടെ നമുക്ക് പ്രധാനമായി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് നമ്മുടെ ആന്തരിക ശുദ്ധീകരണമാണ് അല്ലേ. നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ബാഡ് ഫാക്ടേഴ്സ് ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും പലതരത്തിലുള്ള പൊല്യൂഷൻസ് നമ്മുടെ ഉള്ളിൽ ആഡ് ആവും. അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് വെള്ളം സഹായിക്കും. കൂടാതെ നമുക്ക് വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട് അല്ലേ, H2O ആണ് വെള്ളം. അപ്പോൾ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ ഒരു നല്ല രീതിയിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ വെള്ളം സഹായിക്കും. കൂടാതെ നമുക്ക് എനർജി, അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് അല്ലേ, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ബ്രെയിൻ. ഇതിന് നല്ലപോലെ ഫങ്ഷൻ ആവാൻ വേണ്ടി നമുക്ക് വെള്ളം വേണം. കൂടാതെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ സ്മെല്ലുകൾ അല്ലേ, വെള്ളം വളരെയധികം കുറവ് കുടിക്കുന്ന ആളുകൾക്ക് ഉള്ളിൽ ധാരാളം വേസ്റ്റ് അടിയുകയും അത് സ്മെല്ലായിട്ട് വെളിയിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഓക്കെ, കൂടാതെ നമ്മുടെ ബ്ലഡിൻ്റെ ക്വാളിറ്റി ഗുഡ് ആവാനായിട്ട്, ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഹെൽത്ത്, ഹാർട്ടിൻ്റെ ഹെൽത്ത്, കിഡ്നിയുടെ ഹെൽത്ത്, ഇതിനെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം എടുക്കേണ്ടത് വളരെ അത്യാവശ്യ ഘടകമാണ്. ഓക്കെ, നമ്മൾ നോക്കൂ, നമ്മൾ വളരെയധികം ക്ഷീണിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിയുടെ എനർജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് വളരെയധികം നമ്മൾ കൊടുക്കേണ്ട ഒരു ഘടകമാണ് ശുദ്ധമായിട്ടുള്ള വെള്ളം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും വെള്ളം ധാരാളം, അത് പറഞ്ഞ പോലെ നമ്മുടെ വെയിറ്റുമായി ബന്ധപ്പെട്ടിട്ട് അളവിൽ കഴിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.